പുറമേക്ക് നല്ല മൊരിഞ്ഞതും ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പൊരിച്ച പത്തിരിയുടെ റെസിപ്പി കണ്ടാലോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിലേറെ സിമ്പിളാണ് ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ. 1 കപ്പ് പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. 1 കപ്പിലേക്ക് 2.5 കപ്പ് വെള്ളം കേട്ടോ. അത് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ ചെറിയ തീയിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് നല്ല കറക്റ്റ് നമുക്ക് പത്തിരിയുടെ ഒക്കെ പോലെ കറക്റ്റ് തിക്നെസ്സിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ചില പുട്ടുപൊടിയൊക്കെ റവ പോലെ ഇരിക്കുന്നുണ്ടാവില്ലേ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തരിയായിട്ടുള്ള പുട്ടുപൊടി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മൈദ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല കറക്റ്റ് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ട്രേയിലേക്ക് മാറ്റാം. ചൂടോട് ഒന്നങ്ങോട്ട് വലിയൊരു ചൂടുണ്ടല്ലോ, അതങ്ങ് പോയി കിട്ടിയാൽ ഉടനെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയില്ലേ, ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ ചൂടോട് കൂടെ തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. വലിയ റിസ്ക്കുള്ള പണിയൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വലിയ ഒരു ഇതിലൊക്കെയാണ് നിങ്ങൾ പരത്തിയെടുക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു പൊടി എടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഓരോന്നിനുള്ള വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലൊരു പലകയിലാണ് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വിരിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കട്ടി കുറയരുത്. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ചൂട് വേണം കേട്ടോ. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ. ചെറിയ തീയിലിട്ടാൽ ആ ഒരു വൈറ്റ് കളറും മാറില്ല കേട്ടോ. ഞാൻ ഈ ഒരളവ് വെച്ചിട്ട് 1 കപ്പ് പൊട്ടുപൊടി വെച്ചിട്ട് 13 ഈ ഒരു സൈസിലുള്ള 13 പൊരിച്ച പത്തിരിയാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊരു ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി കൂട്ടി കഴിക്കുന്നവർക്ക് കറി കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.